Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illa Allah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണോ, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മനോഹരമായ, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു ഹദീസ് അതിപ്രകാരമാണ്: മസലു മാ ബഅസനി അല്ലാഹു മിനൽ ഹുദാ വൽ ഇൽമ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഹുദയും ഇൽമും. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, നമുക്ക് നന്നാവാനുള്ള, നന്മ ചെയ്യാനുള്ള സന്മാർഗം. ഇൽമ്, അറിവ്. ഇത് രണ്ടുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് എത്തിയത്. ഇത് രണ്ടും പ്രവാചകനിൽ നിന്നും കൈമാറ്റപ്പെടുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ എഴുത്താവാം, പുസ്തകങ്ങളാവാം, ലേഖനങ്ങളാകാം, അതുമല്ലെങ്കിൽ പ്രഭാഷണങ്ങളാകാം, വഅദുകളാകാം, ഖുർആൻ ക്ലാസ്സുകളാകാം, ഖുത്ബകളാകാം. ഇതൊക്കെ തന്നെയും നമ്മൾക്ക് സന്മാർഗം, നല്ല മാർഗവും അറിവും നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ഉപമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. കമസലിൽ ഗൈസിൽ കസീർ അസ്വാബ അർലൻ. വലിയ മഴ, കോരിച്ചൊരിയുന്ന മഴ പെയ്തു. അതായത് സന്മാർഗവും അറിവും പ്രവാചകനാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വ്യത്യസ്ത വഴികളിലൂടെ, എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മളെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്നും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഖുത്ബകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലൂടെ ഈ മഴ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭൂമികളിൽ പതിച്ചുകൊണ്ടിരിക്കണം. ഈ ഭൂമികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സുകളാണ്, വായനക്കാരുടെ, ശ്രോതാക്കളുടെ മനസ്സാണ്. ഈ ഭൂമികൾ പല രീതിയിലുമുണ്ട്. 3 രീതിയിൽ ആ ഹുദയെയും എൽമിനെയും, അറിവിനെയും സന്മാർഗത്തെയും സ്വീകരിക്കുന്ന കാര്യത്തിൽ 3 തരത്തിലാണ് മനുഷ്യന്മാർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമയിലൂടെ പറഞ്ഞു തരാണ്. ഫക്കാന മിൻഹ നഖിയ. വളരെ ശുദ്ധമായ, ഫലഭൂയിഷ്ഠായ ഭൂമി ഉണ്ട് ചിലത്. അഥവാ വിശ്വാസികളുടെ മനസ്സാണ് ഈ പറയുന്നത്. അവരുടെ മനസ്സിൽ, ആ മനസ്സുകളുടെ കൂട്ടത്തിൽ വിശ്വാസികളിൽ ചിലരിൽ നല്ല ശുദ്ധമായ മനസ്സുള്ള മനുഷ്യന്മാരുണ്ട്, നല്ല ഫലഭൂയിഷ്ഠായ ഭൂമി പോലെ. ഖബിലത്തിൽ മാ അംബതത്തിൽ കല വൽ ഉശബൽ കസീർ. അത്തരം ഭൂമികൾ അല്ലെങ്കിൽ അത്തരം മനസ്സുകൾ മഴയെ സ്വീകരിക്കുകയും എന്നിട്ട് ഒരുപാട് ചെടികളും മരങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ആളുകൾക്കും അതുപോലെ തന്നെ സ്വന്തത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അറിവിനെയും സന്മാർഗത്തെയും ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ, അതിനെ സ്വീകരിക്കുന്ന മനസ്സുള്ള മനുഷ്യന്മാർ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്.
അപ്പോൾ അവർ സ്വന്തമായി ഉപകാരമെടുക്കുന്നു, മറ്റുള്ളവർക്കും ഉപകാരം നൽകുന്നു. അവരെ കാണുമ്പോൾ തന്നെ ഫലഭൂയിഷ്ഠായ ഒരു ഭൂമി കാണുന്നത് പോലെ സുന്ദരവും മനോഹരവുമായിരിക്കും. രണ്ടാമത്തത് വമക്കാനത്ത് മിൻഹ അജാദിബ്, അവരുടെ കൂട്ടത്തിൽ ചില ഉണങ്ങി വരണ്ട ഭൂമികളുണ്ട്. ആ ഭൂമികളുടെ പ്രത്യേകത അംസക്കത്തിൽ മാ, വെള്ളം അത് പിടിച്ചു വെക്കും. ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഒരുപാട് ഫലങ്ങളും അതുപോലെ തന്നെ കായ്ക്കളും വൃക്ഷങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഭൂമിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. ഫനഫ അല്ലാഹു ബിഹന്നാസ്, അപ്പം ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. ഫശരിബു വസഖു വസറഉ, ജനങ്ങളത് കൊണ്ടുപോയി കുടിക്കും. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ വെള്ളമൊഴിക്കും, അവർ കൃഷി നടത്തും. ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഉപകാരമെടുക്കുന്നു. പക്ഷെ സ്വന്തത്തിന് ഉപകാരമില്ലാത്ത പ്രഭാഷകന്മാരും എഴുത്തുകാരും ആ കൂട്ടത്തിലുണ്ടാകും. എന്നിട്ടോ അവർക്ക് ആ എന്തെങ്കിലും ഒരു ആയത്ത് കേട്ടാൽ, ഒരു ഹദീസ് കണ്ടാൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ പറയണം, എങ്ങനെ എഴുതണം എന്ന ചിന്തയായിരിക്കും. എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന ചിന്തയുണ്ടാകില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാരും ആ ഹുദയും ഇൽമും സ്വീകരിക്കുന്ന കൂട്ടത്തിലുണ്ടാകും. മൂന്നാമത്തെ വിഭാഗം അസ്വാബത്ത് മിൻഹാ ത്വാഇഫത്തുൻ ഉഖറ, മറ്റൊരു ഭൂമിയിലും ഈ മഴ പതിക്കുന്നു. ഇന്നമാഹിയ കിആനുൻ, അത്തരം ഭൂമികൾ പാഴ്ഭൂമികൾ മാത്രമാണ്. ലാ തംസകു മഅൻ വലാ തൻബതു കല, അത് വെള്ളം പിടിച്ചു വെക്കുകയുമില്ല, അതിൽ നിന്ന് വെള്ളം ഉള്ളിലേക്കെടുത്ത് എന്തെങ്കിലും ഉപകാരപ്രദമായ ഒന്ന് പുറത്തേക്ക് വരികയോ സ്വന്തം ഉപകാരമെടുക്കുകയോ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള വരണ്ട ഭൂമിയുമുണ്ട്. ഫദാലിക മസ്ലു മൻ ഫഖിഹ ഫീ ദീനില്ലാഹ് വനഫഅഹു മാ ബഅസനി അല്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ. ഇതാണ് ഒരു വിശ്വാസിയുടെ ഉപമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മതം പഠിപ്പിച്ചു തന്നപ്പോൾ ആ മതം ഉൾക്കൊള്ളുകയും ആ അറിവും സന്മാർഗവും ഉൾക്കൊള്ളുകയും സ്വന്തത്തിന് ഉപകാരപ്പെടുകയും മറ്റുള്ളവർ ഉപകാരമെടുക്കുകയും ഫഅലിമ ഫഅല്ലമ, പഠിക്കുകയും പഠിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഉപമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വമസ്സലു മൻ ലം യർഫഅ ബിദാലിക റഅസൻ. ഹുദ കേൾക്കുമ്പോൾ, സന്മാർഗം കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ തല പൊങ്ങുന്നില്ല, തല പൊക്കിക്കൊണ്ടത് ഉൾക്കൊള്ളണമെന്ന ബോധം വരുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാർ വലം യഖ്ബൽ ഹുദല്ലാഹില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ ഏത് ഹുദ കൊണ്ടാണോ സന്മാർഗം കൊണ്ടാണോ അയക്കപ്പെട്ടത് അത് ഉൾക്കൊള്ളാത്ത മനുഷ്യന്മാരുടെ ഉപമയും ഈ പറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മൂന്ന് ഭൂമികളിൽ ഏതാണ് നമ്മൾ ആർക്കും ഉപകാരം ചെയ്യാത്ത, സ്വന്തം ഉപകാരം പറ്റാത്ത, ഒരു തരത്തിലും ഖുർആനും ഹദീസും കേൾക്കുമ്പോൾ, ഉപകാരപ്രദമായ സന്മാർഗം കേൾക്കുമ്പോൾ, അറിവുകൾ പുതുതായി കേൾക്കുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന തുറന്ന മനസ്സില്ലാത്ത മനുഷ്യനാണോ ഞാൻ? അതോ എനിക്കുപകാരമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട്, അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹുദയും ഇൽമും കൊണ്ടുപോകാൻ മാത്രം ഉപകാരപ്പെടുന്ന വ്യക്തിയാണോ ഞാൻ? അതല്ല, സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണോ? ഈ മൂന്ന് വിഭാഗത്തിൽ ഏതാണ് ഞാൻ? മിക്കവാറും നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള രോഗാതുരമായ അവസ്ഥ, അതായത് പ്രവാചകൻ മൂന്നാമത് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ ചിലപ്പോൾ പോയി എന്ന് വരാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ മൂന്നാമത്തെ വിഭാഗത്തെ പറഞ്ഞത്. അതായത് തല പൊക്കാത്ത, മഴ വന്നാൽ സന്മാർഗത്തിൻ്റെയും അറിവിൻ്റെയും ഒരു പെരുമഴ വന്നാൽ പോലും അവിടെ നിന്ന് ഒന്നും തന്നെ വേണ്ടതില്ല എന്ന ചിന്തയിൽ, അതൊന്നും ഉൾക്കൊള്ളേണ്ടതില്ല, അതൊന്നും ജീവിതത്തിൽ എടുക്കേണ്ടതില്ല എന്ന അടച്ചു വെച്ച മനസ്സുമായി നിൽക്കുന്ന മനുഷ്യന്മാർ നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ മനസ്ഥിതി നമ്മളിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. ഏത് പ്രഭാഷണം കേൾക്കുമ്പോഴും, ഏത് ഖുത്ബ കേൾക്കുമ്പോഴും, ഏത് പുസ്തകം വായിക്കുമ്പോഴും, ഏത് മാസിക നമ്മൾ വായിക്കുമ്പോഴും അതിലൊക്കെയുള്ള നന്മകളും പോയിന്റുകളും ഗുണങ്ങളും ഒന്നുമല്ല നമ്മൾ കാണുന്നത്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള, അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഉപകാരവും കാണാനുള്ള മനസ്ഥിതി ഇല്ലാതെയായി മാറുകയാണ് മനുഷ്യന്മാർക്ക്. ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അരോചകമായി മാറിയിരിക്കുകയാണ് പുതുതലമുറക്ക്. ഒന്നും കേൾക്കേണ്ടതില്ല, ഉപദേശിക്കേണ്ടതില്ല, ഒക്കെ മോശമാണ്, എന്നെ കുറ്റപ്പെടുത്തുകയാണ്, കുറ്റം പറയുകയാണ്, ചീത്ത വിളിക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഹദീസ് വളരെ പ്രസക്തമാണ്. നമ്മളുടെ മനസ്സെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ മനസ്സ് തുറന്നു വെക്കാൻ, ഏത് നന്മയുടെ സദസ്സിൽ കയറിയാലും, ഒരു ഖുർആൻ ക്ലാസ്സിൽ കയറിയാൽ,
ഒരു പ്രഭാഷണം കേട്ടാൽ, ഒരു വാള് കേട്ടാൽ, ഒരു ഖുത്ബ കേട്ടാൽ അതിലൊക്കെ ഉപകാരം എടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നവരായി നമ്മൾക്ക് മാറണമെങ്കിൽ, തുറന്ന മനസ്സുണ്ടാവണമെങ്കിൽ എന്തൊക്കെ നമുക്കുണ്ടാകണം? ചില വിശേഷണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ആ വിശേഷണങ്ങളിൽ ഒന്നാമത്തേത് എല്ലാത്തിൻ്റെയും ഭംഗിയുള്ള ഉപകാരപ്രദമായ വശത്തെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. തെറ്റായ അല്ലെങ്കിൽ മോശമായ ഭംഗിയില്ലാത്ത അഭംഗിയുള്ള വശങ്ങൾ മാത്രം നോക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യത്തെപ്പറ്റി, ഒരു വ്യക്തിയെപ്പറ്റി, അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തെപ്പറ്റി, ഒരു ലേഖനത്തെപ്പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ നിരൂപണങ്ങൾ മാത്രം പറയുന്ന, അത് മാത്രം കാണുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ഭംഗിയും ഉപകാരവുമുള്ള ഒരു പോയിന്റെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ശേഷി നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെയും മുനാഫിക്കുകളുടെയും മനസ്സിനെ ഉപമിച്ചതുപോലെ നമ്മളുടെ മനസ്സ് ആയി മാറും. എന്താണ് വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ നമുക്ക് കാണാൻ സാധിക്കും. മുനാഫിക്കുകളെ യഹൂദികളെ പറ്റി അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻസർതുഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. അവർക്ക് എത്ര ഉപദേശം കേട്ടാലും, എത്ര വാള് കേട്ടാലും, എത്ര പ്രഭാഷണങ്ങൾ കേട്ടാലും, എത്ര ഖുത്ബ കേട്ടാലും അവരുടെ മനസ്സിൽ അത് തറക്കുന്നില്ല. മനസ്സിനെ സ്വാധീനിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക്, ഒന്നും മനസ്സിനുള്ളിലേക്ക് പോകാത്ത, ഒന്നും കരയിപ്പിക്കാത്ത, ഒന്നും മനസ്സിനെ ലോലമാക്കാത്ത, ഒന്നും ഈമാൻ വർദ്ധിപ്പിക്കാത്തതായി അത് മാറും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മളുടെ മനസ്സ് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഖുത്ബ കേൾക്കുമ്പോഴും, ഓരോ പ്രഭാഷണം കേൾക്കുമ്പോഴും, ഓരോ സദസ്സിൽ പങ്കെടുക്കുമ്പോഴും നമ്മളെ ഈമാൻ കൂടണം. നമ്മളുടെ മനസ്സ് നിർമ്മലമായി മാറണം. നമ്മളുടെ ജീവിതത്തിൽ ഇന്നലെ ഇല്ലാത്ത ഒരു കർമ്മമെങ്കിലും ഇന്ന് കൂടണം. അതിനെന്ത് വേണം? നമ്മളുടെ മനസ്സ് തുറന്ന മനസ്സായിരിക്കണം. യഹൂദികളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ ആ ഉപമയിലൂടെ, സുന്ദരമായ ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മസലുഹും കമസലിൽ ലദീന ഇസ്തൗഖദ നാറൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു മനോഹരമായ ഒരു ഉപമയിലൂടെ ഈ ഒരു വിശേഷണം വിശദീകരിച്ച് തരുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നതിന് മുമ്പ് ത്വയ്ബ എന്ന് പറയുന്ന ഇന്നത്തെ മദീന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം മദീനത്തുൻ നബി എന്നറിയപ്പെട്ട യസ്രിബ് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ആ ഭൂമി, അവിടെ യഹൂദികൾ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ പോയി താമസിച്ചു. ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അവർ അൻസാരികളായ ഗോത്രക്കാർ, ഈ അൻസാരികളുടെ ഭൂരിഭാഗം ആളുകളും ഒരു പ്രവാചകനെ കാത്തിരുന്നവരായിരുന്നു. അവർ നോക്കുമ്പോൾ കുറേ ജൂതന്മാർ മറ്റു നാടുകളിൽ നിന്നൊക്കെ വന്നിട്ട് താമസിക്കാം. എന്തേ വിശേഷം, എന്തേ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ വേദം പഠിച്ച ആളുകൾ, നല്ല പണ്ഡിതന്മാരായ ആളുകൾ എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് ജൂതന്മാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു നബി വരാനുണ്ട്, ഇവിടെ ഒരു നബി ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ വേദവും ഞങ്ങൾക്ക് മുൻകാലക്കാർ പറഞ്ഞു തന്ന വിവരങ്ങളും വെച്ചിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടി, ഇവിടെ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന്. ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ ഞങ്ങളോടൊപ്പമായിരിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അൻസാരികൾ മക്കയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നറിഞ്ഞപ്പോൾ ഓടി വന്നത്. അവർക്ക് മുമ്പേ അറിവുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന്. പക്ഷേ അവർ നോക്കിയപ്പോൾ പ്രവാചകൻ വന്നത് മക്കയിലേക്കാണ്. പക്ഷേ പിന്നീട് ഒരുപാട് പീഡനങ്ങൾക്കും മറ്റും കാരണമായിക്കൊണ്ട് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് അൻസാരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു. അപ്പോൾ അൻസാരികളെക്കാൾ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിനെ ആഘോഷിക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ച് മദീനയിൽ വന്ന് താമസമാക്കിയ ജൂതന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി വന്നപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണ്, അവരുടെ വംശത്തിൽപ്പെട്ടതല്ല, യാക്കൂബിൻ്റെ മക്കളിൽപ്പെട്ട ആളല്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ മക്കളിൽപ്പെട്ട ആളാണ്, ഇസ്ഹാക്ക് നബിയുടെ മക്കളിൽപ്പെട്ടതല്ല. ഇസ്ഹാക്ക് നബിയുടെ മക്കളിൽ നിന്നാണ് ജൂതന്മാരുടെ വ്യത്യസ്ത പരമ്പരകൾ ഉണ്ടായിട്ടുള്ളത്. ആ പരമ്പരയിൽ മുഹമ്മദ് നബി വരുന്നില്ല. ഇസ്മായിൽ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ മകൻ, ആ മകനിൽ നിന്ന് ഒരു നബിയും ഇതുവരെ വന്നിട്ടില്ല. ആ നബിയുടെ പരമ്പരയിലാണ്, അറബികളിലാണ് മുഹമ്മദ് നബി വന്നത്. ഇതാണ് അവരുടെ പ്രശ്നം. ഇതുവരെ കാത്തിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിയാനും അദ്ദേഹത്തിനെതിരാവാനും ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ വംശീയതയാണ്. ആ വംശീയത കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഭൂമി മുഴുവൻ പാകമാക്കിയ, കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ, അൻസാരികളെ എല്ലാവരെയും ഈമാനിനും ഹുദക്കും വേണ്ടി തയ്യാറാക്കിയ മനുഷ്യന്മാർ. പക്ഷെ നബി വന്നപ്പോൾ
നബിയെ സ്വീകരിക്കാത്തവരായി കൊണ്ട് മാറി. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മസലുഹും കമസലിൽ ലദീന ഇസ്തൗഖദ നാറ. അവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു തീ കത്തിച്ച വിളക്ക് കൊളുത്തിയ മനുഷ്യനെ പോലെയാണ്. ഫലമ്മ അല്ലാഅത് മാ ഹൗലഹു, അവർ വിളക്ക് കൊളുത്തി, മദീനയിൽ വിളക്ക് കൊളുത്തി, സന്മാർഗം എന്താണെന്നും മുഹമ്മദ് നബിയുടെ വരവെന്താണെന്നും ഒക്കെ അറിയിച്ചു. അങ്ങനെ ചുറ്റുപാടും പ്രകാശമായപ്പോഴോ സഹബല്ലാഹു ബിനൂരിഹിം, അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി. പ്രകാശം ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, പ്രകാശം കത്തിക്കുന്നവനായിട്ടും കാര്യമില്ല. ആ പ്രകാശം കാണാൻ, ആ പ്രകാശത്തിൽ സന്മാർഗം കാണാനുള്ള കഴിവുണ്ടാവണമെങ്കിൽ സ്വന്തമായി കണ്ണ് വേണം. അതവർക്കില്ലാതെയായി. വത്തറക്കഹും ഫീ ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ, കാണാത്തവരായി അവരെ അന്ധകാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടേച്ചു. അതാണ് അവർക്ക് സംഭവിച്ചത്. അപ്പോൾ സുന്ദരമായ പലതും അവർക്ക് കാണാൻ പറ്റാതായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം കേട്ടിരുന്ന മനുഷ്യന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 10 വർഷം പ്രവാചകന്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരൊറ്റ പ്രഭാഷണം പോലും അവരുടെ മനസ്സിൽ തൊട്ടില്ല. മുനാഫിക്കുകളെ നോക്കൂ. വലതുവശത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനും ഇടതുവശത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുനും നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടും അവരുടെ ഈമാന്റെ ഒരു അംശം പോലും അവരെ സ്വാധീനിച്ചില്ല. പ്രവാചകന്റെ ഒരു ഉപദേശത്തിൽ ഒന്നുപോലും അവരുടെ മനസ്സിൽ തട്ടിയില്ല. കാരണം എന്താ? അവർക്ക് നന്മ കാണാൻ കഴിയുന്നില്ല, മനസ്സ് അടച്ചിരിക്കുകയാണ്. എന്ത് നന്മ പറഞ്ഞാലും അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടോ, അതിലെന്തെങ്കിലും വ്യാഖ്യാനത്തിന് പഴുതുണ്ടോ, എന്തെങ്കിലും മോശത്തരം അതിൽ വന്നിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ നന്മ കയറാതായി. ഇപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന മനുഷ്യന്മാർ, ഇവർക്ക് ഇസ്ലാമിൻ്റെ ഒരു നന്മയും കാണാൻ പറ്റുന്നില്ല. ഇസ്ലാമിൻ്റെ ഒരു ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ തന്നെ എടുക്കുക. ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഭീകരത മാത്രമേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ, അതിലെ സമരാവേശം അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഷാ വലിയുള്ള ദഹ്ലവിയും ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയും ഒക്കെ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ യുദ്ധം ചെയ്യാനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് ആ സമരാവേശം, ബദറിൻ്റെയും മുഹദിൻ്റെയും ഖന്തക്കിൻ്റെയും സമരാവേശം കൊണ്ടാണ്. അതിൻ്റെ മനോഹാരിത, അതിലെ സമരാവേശത്തിൻ്റെ ഗുണം അവർക്ക് കാണാൻ പറ്റുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ ത്യാഗങ്ങൾ, യുദ്ധങ്ങളിലെ ത്യാഗങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആ ത്യാഗങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഈമാനികമായ ആവേശം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർക്ക് ആകെ കാണാൻ പറ്റുന്നത് ഒരു വാളും ചോരയും മാത്രമാണ്. ആ യുദ്ധത്തിലെ വാളും ചോരയും മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ നന്മകൾ കാണാൻ കഴിയുന്നില്ല. അതിലെ വാർ എത്തിക്സുകൾ, യുദ്ധത്തിൽ എന്തൊക്കെ ധാർമ്മികത പാലിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ചോര മാത്രം കാണാൻ സാധിക്കുന്നു. ഈ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയാൽ എന്ത് കണ്ടാലും നമുക്ക് നന്മ പറയാനുണ്ടാവില്ല. അതാണ് സുമ്മും ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അവർക്ക് അന്ധത മാത്രമല്ല ബാധിച്ചത്, അന്ധതയും അവർക്ക് ബധിരതയും മൂകതയും ബാധിക്കുകയാണ്. നന്മ ഒന്നും പറയാൻ കഴിയുന്നില്ല, നന്മ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയി. എന്ത് നന്മ കണ്ടാലും ചീത്ത മാത്രം പറയുക. ഇപ്പോൾ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞു, അല്ലദീന യൽമിസൂനൽ മുതവ്വഈന മിനൽ മുഅ്മിനീന ഫി സ്വദഖാത്ത്. സ്വതക്ക കൊടുക്കുന്ന സന്മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യന്മാരെ കുറ്റം പറയുന്ന ചില ആളുകളുണ്ട്. ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും. അവരുടെ കഷ്ടപ്പാടുകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. അവരുടെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഉദ്ദേശം, സതുദ്ദേശം കാണാൻ സാധിക്കാത്ത, എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരിക്കൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നൊരു വലിയ വിഹിതം അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഏകദേശം 4000-ഓളം വരുന്ന ദീനാറും ദിർഹമൊക്കെ പ്രവാചകൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ പറഞ്ഞു, മുറായി, ആളുകളെ കാണിക്കാനാണ്, ആളുകളെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്തത്. അതേസമയം ഒരു പാവപ്പെട്ട, തീരെ കാശില്ലാത്തൊരു മനുഷ്യൻ ഉള്ള കാശ് വെച്ചൊരു ചെറിയ സംഖ്യയും അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു അഗ്നി അൻസാലിക്, അല്ലാഹു ഗനി അൻസാലിക്, ഇയാളുടെ ഈ നക്കാപ്പിച്ച നമുക്ക് അള്ളാഹ്ക്ക് എന്തിനു വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ കൊടുത്താൽ അത് കാണിക്കാനാണ്, കുറവ് കൊടുത്താൽ അതുകൊണ്ടൊരു ആവശ്യമില്ല, ഒരു ഉപകാരമില്ല. ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം കാണുന്നവരായിക്കൊണ്ട് നമ്മൾ മാറും. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് തുറവയില്ലെങ്കിൽ, നമ്മളുടെ മനസ്സിനെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. രണ്ടാമതായി നമുക്ക് വേണ്ടത്, ഏത് പ്രഭാഷണവും, ഏത് ഖുത്ബയും, ഏത് ലേഖനവും, ഏത് നന്മയും അറിവുമുള്ള സദസ്സിലേക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ ഇഷ്ടമില്ലാത്തത് ഉൾക്കൊള്ളാനും ഉള്ള മനസ്സുണ്ടാവണം.
നമുക്കിഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളുടെ ഡോക്ടർ നമ്മളോട് നമ്മളുടെ ആരോഗ്യം മാത്രമേ പറയുള്ളൂ, നമ്മളുടെ രോഗത്തെ പറ്റി സംസാരിക്കില്ല എങ്കിൽ ആ ഡോക്ടറെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എൻജിനീയറെ സമീപിച്ച് നമുക്കൊരു വീടുണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആ വീട് ഉണ്ടാക്കുന്നതിലെ പ്രശ്നങ്ങളൊന്നും പറയാത്ത, ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാത്തൊരു എൻജിനീയറെ നമുക്ക് ആവശ്യമുണ്ടോ? ഒരു ന്യൂട്രീഷൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇന്ന ഭക്ഷണങ്ങൾ ദോഷകരമാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അയാളെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്കിഷ്ടപ്പെടാത്ത കാര്യം പറയുന്നവർ നമുക്ക് ഗുണകരമാണ്. പക്ഷേ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ, ആത്മീയതയുടെ കാര്യം വരുമ്പോൾ ആളുകൾക്ക് ഒരു കടമ്പിടുത്താണ്. നന്മകൾ മാത്രം പറഞ്ഞാൽ മതി, നല്ല സമാധാനം തരുന്ന, ആളുകൾക്ക് സന്തോഷം തരുന്ന, കുളിര് തരുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ ചീത്ത പറയുന്നത്? എന്തിനാണ് കുറ്റങ്ങൾ പറയുന്നത്? നമ്മളിലെ ദോഷങ്ങൾ എന്തിനു പറയണം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അത് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 19-ാമത്തെ ആയത്തിൽ ആ ഒരു സ്വഭാവത്തെ കൂടി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ് സന്മാർഗം. ആ സന്മാർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? മഴ എന്ന് പറയുന്നത് നമുക്ക് കുളിരുണ്ടാക്കും, നമുക്ക് വെള്ളം തരും. പക്ഷെ അത് മാത്രമല്ല മഴ കൊണ്ടുവരാ, ഫീഹി ദുലുമാത്തും വറഅദും വബർഖുൻ, അതിൻ്റെ ഒപ്പം ഇടിയും മിന്നലും ഉണ്ടാവും. അപ്പോൾ ഇടിയും മിന്നലും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ മഴ മാത്രം മതി എന്ന് പറയുന്ന ചില മനുഷ്യന്മാരുണ്ടാകും സന്മാർഗം വരുമ്പോൾ. ആ കൂട്ടത്തിൽ യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇകി ഹദറൽ മൗത്ത്, ഇടിവെട്ടുമ്പോൾ മിന്നൽ കാണുമ്പോൾ ചെവിയിലേക്ക് വിരലുകൾ വെച്ചുകൊണ്ട് അത് കേൾക്കാനുള്ള മനസ്സില്ലാത്ത മനുഷ്യന്മാരായവർ മാറും. അവർക്ക് മഴ മാത്രം മതി, സുഖദായകമായ കാര്യം മാത്രം മതി, ആത്മീയതയുടെ നല്ല വശങ്ങൾ മാത്രം മതി. ഒരു മനുഷ്യനെ തിരുത്തുന്ന, അവരിലെ ന്യൂനതകൾ പറഞ്ഞു തരുന്ന, തെറ്റുകൾ ഉണർത്തിത്തരുന്ന ഭാഗം വേണ്ട. ഇടിയും മിന്നലും ഞങ്ങൾക്ക് വേണ്ട, മഴ മാത്രം മതി എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവർ മാറിപ്പോകും. എന്നിട്ട് അല്ലാഹ് പറയാണ്, യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, അവരാ പേടിക്കുന്ന ആ ഇടിയുണ്ടല്ലോ, ആ മിന്നലുണ്ടല്ലോ, ആ മിന്നലാണ് കുല്ലമ അല്ലാഹു അലഹും മശൂഫി. അവർക്ക് രാത്രി നടന്നു പോവുകയാണെങ്കിൽ വെളിച്ചമില്ലാത്ത കാലത്ത് ആ മിന്നലാണ് അവർക്ക് നടക്കാനുള്ള എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ വഴി നടത്തുക, ഇഷ്ടമില്ലാത്ത ഉപദേശങ്ങളായിരിക്കും നമ്മളെ തിരുത്തുക, നമ്മളെ നന്നാക്കുക. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തത് കേൾക്കാനും നമ്മൾക്ക് മനസ്സുണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമത്. മൂന്നാമതായി നമുക്ക് വേണ്ടത്, നമ്മൾ ഒരിക്കലും ഒരു ഉപദേശത്തിൻ്റെ ആളെയല്ല നോക്കേണ്ടത്. ഒരു ഉപദേശിക്കുന്ന, നന്മ പറഞ്ഞിരുന്ന, അറിവ് പറഞ്ഞിരുന്ന, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന്മാരുടെ ആളെ നമ്മൾ നോക്കേണ്ടതില്ല. അവരുടെ രൂപം എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ കർമ്മം എന്താണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരാളുടെയും പ്രഭാഷണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണ്? മാതൃകകൾ, റോൾ മോഡലുകളൊക്കെ കഴിഞ്ഞുപോയി. എല്ലാവർക്കും ഇന്ന് ന്യൂനതകളാണ്. എല്ലാ പ്രഭാഷകന്മാർക്കും പണ്ഡിതന്മാർക്കും കുറ്റങ്ങളാണ് നിറയെ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻകാന മിൻകും മുസ്തിന്നൻ ഫൽയസ്തന്നി ബിഖദ് മാത്. നിങ്ങളിൽ ആരെങ്കിലും റോൾ മോഡലാണ് നോക്കുന്നതെങ്കിൽ റോൾ മോഡലുകളൊക്കെ മരിച്ചുപോയതിലെ റോൾ മോഡലുള്ളൂ. പ്രവാചകന്മാരിൽ, സ്വഹാബികളിൽ, അവിടെ നോക്കിയാൽ മതി റോൾ മോഡൽ. നമുക്ക് മാതൃകയാണ് വേണ്ടതെങ്കിൽ അത് നോക്കേണ്ടത് ആ സ്വഹാബികളിലേക്കും അമ്പിയാക്കളിലേക്കുമാണ്. അതല്ലാത്ത ഇന്നത്തെ പ്രഭാഷകന്മാരുടെ ജീവിതവും അവരുടെ നടപടികളും അവരുടെ ജീവിതചര്യയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളുടെയും പ്രഭാഷണം, ഒരാളുടെയും ഉപദേശം ഉൾക്കൊള്ളാൻ മനസ്സ് വരില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അയാൾ പറയുന്നത്, ഏത് മാതൃകയാണ് അയാൾ അവതരിപ്പിക്കുന്നത്, അയാൾ എന്താണ് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പകർന്നു നൽകുന്നത്, അതാണ് ഈ കാലഘട്ടത്തിൽ നോക്കേണ്ടത് എന്ന് സ്വഹാബികൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പിന്തുടരുമ്പോഴാണ് നമുക്ക് ഹുദയും ഇൽമും, സന്മാർഗവും അറിവും ഉപകാരപ്പെടുക. നമ്മളുടെ മനസ്സ് തുറന്നതായി മാറുക, എല്ലാം ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഉപകാരമെടുക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കേൾക്കുന്ന, സന്മാർഗവും അറിവും നമുക്ക് നൽകുന്ന മാർഗങ്ങളെയെല്ലാം മൂല്യമുള്ളതായി കാണാനും അതിലേക്ക് ചെല്ലാനും അതിൽ നിന്ന് മനസ്സ് അടഞ്ഞു പോകുന്ന രീതിയിലുള്ള എല്ലാ മനസ്ഥിതികളും മാറ്റിവെച്ച് ശുദ്ധമായ തുറന്ന മനസ്സോടുകൂടി എല്ലാം ഉൾക്കൊള്ളുന്ന ആളുകളായിക്കൊണ്ട് മാറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനും പരിപാലനത്തിനും ഒരുപാട് സഹായങ്ങൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തുഖത ലനാ ബിഹി واغفر لنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.